സ്നേഹം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിനു മുന്നേ പലതവണ ഷെയർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം ഒന്നുകൂടെ കുറച്ച് ഷോർട്ടായി അവതരിപ്പിക്കണമെന്ന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കിട്ടിയതിനനുസരിച്ചാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളെല്ലാം പ്രവാസികൾ, നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരും വിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. ഗൾഫിലായിക്കോട്ടെ, വെസ്റ്റേൺ കൺട്രീസിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ. നാട്ടിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളുണ്ടാവാം, സഹോദരങ്ങളുണ്ടാവാം, കുട്ടികളുണ്ടാവാം, ഭാര്യ ഭർത്താവ് അങ്ങനെ ഉണ്ടാവാം, അല്ലെങ്കിൽ വളരെപ്പെട്ട ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടാവാം അല്ലേ. നാട്ടിൻ്റെ പുറത്ത് വെച്ച് ആരെങ്കിലും മരിച്ചാൽ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോവുക എന്ന പതിവ് പണ്ട് മുതലേ നിലനിൽക്കുന്നതാണ്. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ ഇന്നും അത് വളരെ കൂടുതലായി നടന്നു വരുന്നുണ്ട്. മാതാപിതാക്കൾക്കോ കുട്ടികൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഒരു നോക്കൊന്ന് അവസാനമായി കാണണം, ഒരു ചുംബനം കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതിൽ യാതൊരു സംശയവും അതിലില്ല. ഈ ആഗ്രഹങ്ങൾ ഒരു സൈഡിൽ വെക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ട് അത് മറ്റേ സൈഡിൽ വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്യുക, എന്നിട്ട് തീരുമാനിക്കുക എന്ത് വേണമെന്ന്. ആദ്യമായി നമ്മുടെ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് നോക്കാം. പ്രവാചകൻ പറഞ്ഞു, മരിച്ചത് ഒരു നല്ല വ്യക്തി, ഒരു സദ്വൃദ്ധനാണെങ്കിൽ, സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു നല്ല ആളാണെങ്കിൽ മറവ് ചെയ്യാൻ ധൃതി കൂട്ടുക, വേഗം മറവ് ചെയ്യുക. ആ വ്യക്തിക്ക് അതാണ് നല്ലത്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവനെ അടക്കം ചെയ്യുന്നതിൽ താമസം വരുത്തരുത്, മറവ് ചെയ്യുവാൻ ധൃതി കൂട്ടുക. നബിയുടെയും സഹാബക്കളുടെയും കാലത്ത് എവിടെ വെച്ചാണോ മരിച്ചത് അവിടെ തന്നെ മറവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഒരു ഹദീസിലും നമുക്ക് കാണാൻ കഴിയില്ല വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതായിട്ടോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. വളരെ റീസണബിളായി സാധുവായിട്ടുള്ള കാരണമില്ലാതെ മരിച്ചയാളെ അയാളുടെ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പാടില്ല. ഒരു രാജ്യത്തെ നിയമം അവിടെ മറവ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഇസ്ലാം നിയമം അനുസരിച്ച്, ശരിയ അനുസരിച്ച് മറവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ശരിയായ ഒരു ഖബർസ്ഥാനില്ല. ഇനി മറവ് ചെയ്താൽ ഖബർ നശിപ്പിക്കപ്പെടുകയോ മയ്യത്ത് നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നുള്ള പേടിയുണ്ട് എന്നെല്ലാം ഉണ്ടെങ്കിൽ അതോ എക്സെപ്ഷന്. ഇനി നമുക്ക് മയ്യത്ത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രക്രിയ എന്താണ്, ആ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശരീരം കേടുവരാതിരിക്കാൻ താൽക്കാലികമായി ടെമ്പററി അതിനെ പ്രിസർവ് ചെയ്യാൻ, സംരക്ഷിക്കാനായിട്ട് എംബാമിങ് എന്ന ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയ നടത്തും. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ പ്രക്രിയ, ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയില്ല. ശരീരത്തിൽ നിന്ന് ശരീരത്തിലെ രക്തവും എല്ലാ തരം ദ്രാവകങ്ങളും ഊറ്റി കളഞ്ഞ് അതിന് പകരം ഒരു കെമിക്കൽ, ഒരു പ്രിസർവേറ്റീവ് ശരീരത്തിൽ കുത്തിക്കയറ്റുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലെ രക്തവും ദ്രാവകവും നീക്കം ചെയ്യുന്നതിനായിട്ട് ആർട്ടറി അഥവാ ധമനികളും ഞരമ്പുകളും ഒക്കെ ചെറിയ ചെറിയ മുറിവുകളും ഹോളുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് ഊറ്റിക്കളയുന്നത്. ഈ പ്രക്രിയ, ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് ശരീരം മുഴുവൻ നേക്കഡായിട്ടാണ് എംബാമിങ് ടേബിളിന്മേൽ കിടത്തുന്നത്. പിന്നെ ശരീരത്തിൻ്റെയും മുഖത്തെയൊക്കെ രോമങ്ങൾ, ഹെയറൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും ഈ പ്രോസസ്സിന്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇസ്ലാമോ ശരിയ അംഗീകരിക്കുന്നതല്ല, അതിന് വിരുദ്ധമാണ്. ഇനി കൊണ്ടുവരാനുള്ള ചെലവ് US നിന്നാണെങ്കിൽ ഒരു 10,000, 20,000 മിനിമം വരും. കാസ്കറ്റ്, ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഫീ, എയർലൈൻ മോർച്ചറി കാർഗോ ഫീ, എംബാമിംഗ് ഫീ, സ്റ്റോറേജ് ഫീ, ലോക്കൽ കസ്റ്റം, പോസ്റ്റ്മോർട്ടം, പിന്നെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിനെല്ലാം വേണ്ടി ഓടി നടക്കാൻ ദിവസങ്ങളോളം ബന്ധുക്കളും സുഹൃത്തുക്കളും അതിനുവേണ്ടി ഓടി നടക്കണം, ഒരുപാട് ബുദ്ധിമുട്ടണം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് നാട്ടിൽ ഈ ബോഡി എത്തിയാൽ അതിൻ്റെ കാസ്കറ്റ് തുറക്കലും അത് മാനേജ് ചെയ്യലും, അത് തുറന്നു കഴിഞ്ഞാൽ വേഗം മറവ് ചെയ്യലും, ഇങ്ങനെ ഒരുപാട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. എംബാമിങ് ചെയ്ത ആ ബോഡി വേറൊരു രൂപത്തിലായിരിക്കും, അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത നിലക്കായിരിക്കും. മരിച്ച വ്യക്തിയോട് നിങ്ങൾക്ക് അത്രയും ഇഷ്ടവും സ്നേഹവും എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് എത്രയും വേഗം മറവ് ചെയ്യുക എന്നുള്ളത്. പടച്ചവൻ്റെ നിശ്ചയമാണ് എവിടെ വെച്ച് ഒരാളെ എങ്ങനെ മരിക്കും, എന്ന് മരിക്കും എന്നെല്ലാം. അതിന് വിപരീതമായി
മരിച്ചതിന് ശേഷം ഈ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്നത് എന്തിനാണ്? അതിന് അതിൻ്റേതായ വഴിക്ക് തന്നെ വിട്ടുകൂടെ? ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് കാണാൻ വേണ്ടി എന്തുമാത്രമാണ് ആ മയ്യത്തിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്, എന്തുമാത്രമാണ് അതുമായി ബന്ധപ്പെട്ട ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ഒന്ന്, എല്ലാവർക്കും, എല്ലാ പാരൻസിനും എല്ലാവർക്കും ഇത് കേൾപ്പിച്ചു കൊടുക്കുക. രണ്ട്, നിങ്ങൾ വില്ല് എഴുതുന്നുണ്ടെങ്കിൽ ആ വില്ലിൽ വസിയത്ത് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ എഴുതി ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു എഴുത്തെഴുതി നാട്ടിലുള്ളവർക്ക് അയച്ചു കൊടുക്കാം. പാരൻസിനായാലും ഭാര്യയ്ക്കായാലും ഭർത്താവിനും അയച്ചു കൊടുക്കുക. ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് എവിടെ വെച്ചാണോ മരിക്കുന്നത് അവിടെ തന്നെ മറവ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മയ്യത്ത് എങ്ങോട്ടും കൊണ്ടുവരാൻ ആവശ്യപ്പെടരുത് എന്ന് എഴുത്തെല്ലാവർക്കും അറിയിക്കുക. അത് ഒപ്പിടുക. ഇത് ഗൾഫുകാർക്കും പറ്റും, എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് തരുമാറാകട്ടെ. ആമീൻ. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.